ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശരണ്യ. അപ്പോൾ നമുക്കറിയാം ഓഗസ്റ്റ് 2-ാം തീയതി നമ്മുടെ സെറ്റ് എക്സാം നടക്കാൻ പോവുകയാണ് അല്ലേ. ഒരുപാട് പേര് പ്രിപ്പറേഷൻ നടത്തുന്നൊരു എക്സാമാണ് സെറ്റ് എക്സാം. ഇത് നമ്മൾ 2026 സെറ്റ് എക്സാമിൻ്റെ റിസൾട്ടാണ്. ഒരുപാട് പേര് സെറ്റ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പഠിച്ചിട്ട് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു റിസൾട്ട് നിങ്ങളേതാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെറ്റ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന യൂണിറ്റ് 5-ലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 5-ാമത്തെ യൂണിറ്റാണ്. അതിലാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, ടീച്ചിങ് മെത്തേഡ്സ് വരുന്നുണ്ട്, പിന്നെ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട തിയറീസും നമ്മുടെ സൈക്കോളജി റിലേറ്റഡ് തിയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിന് 4-ാമത്തെ യൂണിറ്റാണ് ഇവാലുവേഷൻ. ഇത്രയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് സെറ്റ് ജനറൽ പേപ്പറിലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു ഏരിയ വരുന്നത്, യൂണിറ്റ് 5 വരുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു യൂണിറ്റ് ആണ്. നമുക്കറിയാം യൂണിറ്റ് 4-ഉം 5-ഉം 6-ഉം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊരു 60 മാർക്കാണ് കിട്ടാൻ പോകുന്നത് അല്ലേ. 1-ഉം 2-ഉം 3-ഉം പഠിച്ചു കഴിഞ്ഞാലും 60 മാർക്കാണ്. കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് 3 യൂണിറ്റാണ്. കാരണം 1-നും 2-നും 3-നും നമുക്ക് എവിടുന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം എന്താണ്, അതിൽ നമുക്ക് 10th ലെവൽ ഹിസ്റ്ററി, 10th ലെവൽ ജോഗ്രഫി അങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ അല്ലേ. അതിൽ സ്പെസിഫിക് ആയിട്ട് ഇന്ന ടോപ്പിക് എന്ന് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ആദ്യത്തെ 3 യൂണിറ്റ്. അതായത് യൂണിറ്റ് 1-ഉം 2-ഉം 3-ഉം. 3 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കറണ്ട് അഫെയർ ആണ്. അപ്പോൾ 8 മൊഡ്യൂളോളം കറണ്ട് അഫെയർ വരുന്നൊരു യൂണിറ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് പഠിച്ചാൽ ഷുവറായിട്ട് നമുക്ക് കിട്ടും എന്ന് ഉറപ്പുള്ളൊരു 3 യൂണിറ്റ് ആണ് ഇത് 4-ഉം 5-ഉം 6-ഉം. അതിൽ കുറച്ച് ചോദ്യങ്ങൾ, അതിൽ ആ ഒരു ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഒന്നാമത്തെ ചോദ്യം, പ്ലാൻ മീൻസ് ആൻഡ് സ്പെസിഫിക് വേസ് specially devised and employed by teachers for the acquisition of learning objectives in teaching learning situation is called. എന്താണ് പറയുന്നത്, പ്ലാൻസ് മീൻസ് ആൻഡ് സ്പെസിഫിക് വേ ടു എന്താണ് സ്പെഷ്യലി ഡിവൈസ്ഡ് ആൻഡ് എംപ്ലോയിഡ് ബൈ ടീച്ചേഴ്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, എന്താണ് പറയുന്നത്, ടീച്ചിങ് മെത്തേഡ് ആണ് അല്ലേ. ടീച്ചിങ് മെത്തേഡ് ആണ്, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 4 ഓപ്ഷൻ നമുക്ക് ഒരേപോലെ ആയിട്ട് തോന്നും, പക്ഷെ ഇതിൽ ഈ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്, നമ്മൾ LBS പറയുന്ന ആൻസർ കീ ആയിരിക്കും അവിടെ കറക്റ്റായിട്ട് വരുന്നത്. നമുക്ക് 4-ഉം ഒരേപോലെ തോന്നാം, പക്ഷേ അവിടെ ഫൈനൽ ആൻസർ കീ അല്ലെങ്കിൽ ഫൈനലി ഒരു തീരുമാനിക്കും. ഇതുപോലെ പെഡഗോജി റിലേറ്റഡ് ചോദ്യങ്ങളാണെങ്കിൽ ഫൈനലി ആൻസർ തീരുമാനിക്കുന്ന ആരാണ്, LBS ആണ്. അപ്പോൾ അതിൽ ആൻസർ കീ വെച്ചിട്ട് ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, 2-ാമത്തെ ചോദ്യമാണ്, വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറബിൾ ഫാക്ടർ ഇൻ സെലക്ടിങ് എ ടീച്ചിങ് പ്രൊഫഷൻ ഈസ് എ ഗുഡ് സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻകം, മിനിമം വർക്കിംഗ് ആങ്സൈറ്റി, ഓപ്പർച്യൂണിറ്റി ഫോർ ഡൂയിങ് സോഷ്യലി യൂസ്ഫുൾ വർക്ക്, ലാസ്റ്റ് വൺ മാക്സിമം ജോബ് സാറ്റിസ്ഫാക്ഷൻ ഡ്യൂ ടു ലെസ് മെന്റൽ പ്രഷർ. ഇതിൽ ഏതായിരിക്കും വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറബിൾ ഫാക്ടർ? ഏതാണ് ടീച്ചിങ് ഒരു പ്രൊഫഷനായിട്ട് എടുക്കാൻ ഏതായിരിക്കും മോസ്റ്റ് ഫേവറബിൾ എന്ന് പറയാൻ നമുക്ക് ഏതായിരിക്കും ഇവിടെ? ഓപ്ഷൻ സി ആയിരിക്കും അല്ലേ. ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതേപോലെ ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ, ടീച്ചേഴ്സ് അക്കൗണ്ടബിലിറ്റി എന്നുള്ള ഏരിയയിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അത് നമുക്ക് കോമൺ സെൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത് ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളും ടീച്ചേഴ്സ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങളും. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യുക, ആ ഒരു ഏരിയ ഒന്ന് ഫോക്കസ് ചെയ്ത് ഒരു തവണയും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകും. എക്സാമിന് മുമ്പായിട്ട് ഒരു തവണ എന്തായാലും നോക്കുക. ടീച്ചേഴ്സ് അക്കൗണ്ടബിലിറ്റി എന്നുള്ള ഏരിയയിൽ നിന്ന് പല രീതിയിലും ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മൾ സിമ്പിളാണെന്ന് വിചാരിക്കും, പക്ഷേ 4 ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് അല്ലെങ്കിൽ ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കുക, അങ്ങനെയുള്ള രീതിയിൽ പല രീതിയിലും ആ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടീച്ചേഴ്സ് അക്കൗണ്ടബിലിറ്റി എന്നുള്ളൊരു ഏരിയ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കിയിട്ട് പോവുക. ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ എന്നുള്ള ഒരു ഏരിയയും നന്നായിട്ട് നോക്കിയിട്ട് പോവുക. അതെല്ലാം നമ്മൾ യൂണിറ്റ് 5-ലെ മൊഡ്യൂൾ 1-ൽ വരുന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്പർച്യൂണിറ്റി ഫോർ ഡൂയിങ് സോഷ്യലി യൂസ്ഫുൾ വർക്കാണ്. അടുത്തത്, വിച്ച് among the given aspects is not a component of teaching skill? ടീച്ചിങ് സ്കില്ലിൻ്റെ കമ്പോണൻറ്റ് അല്ലാത്തത് ഏത്? അപ്പോൾ ഈ ഒരു ഏരിയ ഏത് ഭാഗത്ത് വരുന്ന ചോദ്യമാണ്, നമ്മുടെ മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞൊരു ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യമാണ് അല്ലേ. മൈക്രോ ടീച്ചിങ് എന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ആരാണ് അഡ്രസ് ചെയ്തത്? DW ഹലൻ ആണ് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് മൈക്രോ ടീച്ചിങ്ങിൻ്റെ സ്കില്ലല്ലാത്ത അല്ലെങ്കിൽ ടീച്ചിങ് കമ്പോണൻ്റ് സ്കില്ലല്ലാത്തത് ഏത് എന്നാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. നമുക്ക് വേണ്ടാതെ തന്നെ അറിയാം ഏതാണ്, ഓപ്ഷൻ ഡി ആണ്. സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ ഉണ്ട്, സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, സ്കിൽ ഇൻ പ്രോംപ്റ്റിംഗ് ഉണ്ട് അല്ലേ. ഒരുപാട് ഇതേ രീതിയിൽ ഒരുപാട് ഏത് സ്കില്ല് നമ്മൾ മൈക്രോ ടീച്ചിങ്ങിൽ പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ബി എഡിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രാക്ടിക്കൽ വർക്ക് ഏതാണ്? മൈക്രോ ടീച്ചിങ് ആണ് അല്ലേ. മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ്.
അല്ലെ നമ്മുടെ ടീച്ചിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ്. അതായത് ഓരോ ഏരിയയിലും നമുക്ക് അവിടെ എന്താ ചെയ്യുന്നത്, നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. അതായത് സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ, ഒരു ലെസൺ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് ബി.എഡിന് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലോട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം എന്ത് വേണം, നമുക്ക് ആദ്യം ട്രെയിനിങ് കിട്ടണം അല്ലേ. അപ്പോൾ അതിൽ നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഏത്, നമ്മുടെ ഈ ഒരു മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ബി.എഡ് കഴിയാത്ത ഒരുപാട് പേര് എന്ത് എഴുതുന്നുണ്ട്, നമ്മുടെ സെറ്റ് എക്സാം എഴുതുന്നുണ്ട് അല്ലേ. ഒരുപാട് പേർക്ക് ബി.എഡ് വേണ്ട സെറ്റ് എക്സാം എഴുതാൻ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മൈക്രോ ടീച്ചിങ് എന്താണെന്നുള്ളത് ഒന്ന് പഠിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മൈക്രോ ടീച്ചിങ് റിലേറ്റഡ് ഒരു ചോദ്യം ടീച്ചിങ് ആപ്റ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ചോദ്യം, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ കറക്റ്റ് ഓർഡർ സ്റ്റാർട്ടിംഗ് ഫ്രം ബോട്ടം ഓഫ് ഹൈറാർക്കി ഇൻ ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇവിടെ ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ് അവിടെ പറയുന്നത് എന്താണ്, നമ്മുടെ സ്ട്രാറ്റജിയാണ് അല്ലേ. നമ്മുടെ ടീച്ചിങ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ലേണിംഗ് സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം, കോൺക്രീറ്റിൽ നിന്ന് അബ്സ്ട്രാക്റ്റിലേക്ക് പോകുന്ന രീതിയിലായിരിക്കണം. അത് ആ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആദ്യം കോൺക്രീറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അതിൽ നിന്നാണ് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ആദ്യം എന്തായിരിക്കും, കോൺക്രീറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് പറയുമ്പോൾ ആദ്യം എന്തായിരിക്കും അവിടെ, ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ. ഡയറക്റ്റ് എക്സ്പീരിയൻസിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഫീൽഡ് ട്രിപ്പ്, മോഷൻ പിക്ചേഴ്സ്, വെർബൽ സിമ്പിൾസ്, ആ രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ചില എക്സാമ്പിൾ കണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് തന്നെ എല്ലാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് അതായത് കോൺക്രീറ്റ് ആയിട്ട് നിന്ന് അബ്സ്ട്രാക്റ്റിലേക്കായിരിക്കണം പോകേണ്ടത്. അപ്പം ഏതാണ് കൂടുതലായിട്ട് ആപ്റ്റായിട്ട് വരുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യാം. ഓക്കെ, ആദ്യം ഡയറക്റ്റ് എക്സ്പീരിയൻസ് വരുന്നു, ഫീൽഡ് ട്രിപ്പ് വരുന്നു, പിന്നെയാണ് മോഷൻ പിക്ചേഴ്സും വെർബൽ സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം വെർബൽ സിമ്പിൾസ് ഒക്കെ എന്താണ്, ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് അല്ലേ. അതൊക്കെ എന്താണ് ലാസ്റ്റിലേക്ക് വരുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും എക്സാമിന് മുമ്പ് നോക്കിയിട്ട് പോകുക. അതിലെല്ലാ കാര്യങ്ങളും അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ഉൾപ്പെടെ ആ ഒരു പിക്ചർ, നമുക്കൊരു പിക്ചർ കാണാം, ആ പിക്ചർ ഉൾപ്പെടെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സാമിന് മുന്നേ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് സ്ഥിരമായിട്ടല്ല, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് തന്നെ എക്സാമിലേക്കൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ കണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഇതിൽ 4ാമത്തെ മൊഡ്യൂളിൽ വരുന്ന ചോദ്യമാണ്. യൂണിറ്റ് 5-ലെ 4ാമത്തെ മൊഡ്യൂളിൽ നിന്ന് വരുന്ന ചോദ്യം, ടെസ്റ്റ് ദാറ്റ് ഈസ് കോഡ് ഇൻ എ കൺസിസ്റ്റന്റ് മാനർ വിച്ച് മേക്സ് ഇറ്റ് പോസിബിൾ ടു കമ്പയർ ദ റിലേറ്റീവ് പെർഫോമൻസ് ഓഫ് എ ലേണർ. എന്താണ്, കൺസിസ്റ്റന്റ് മാനറിൽ നടത്തുന്നതായിരിക്കണം. എന്താണ്, പോസിബിൾ ടു കമ്പയർ ദ റിലേറ്റീവ് പെർഫോമൻസ് ഓഫ് ദി ലേണർ. അങ്ങനെ നടത്തുന്ന ടെസ്റ്റ് ഏതാണ്, ഇവിടെ ഓപ്ഷൻ എ ആണ്, സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ആണ്. ഏതാണ്, ഓപ്ഷൻ എ ആണ്, സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ആണ് ഒരു കൺസിസ്റ്റന്റ് മാനറിൽ നടത്തുന്നതും. അതെന്തിനു വേണ്ടിയിട്ട്, റിലേറ്റീവ് പെർഫോമൻസ് അസസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, എന്താണ് ലേണേഴ്സിൻ്റെ റിലേറ്റീവ് പെർഫോമൻസ് ഒക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ നടത്തുന്ന ടെസ്റ്റാണ് ഇത് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന നീറ്റ് എക്സാം ഒക്കെ എന്താണ്, സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ അത് അത്തരത്തിലുള്ള എക്സാമുകളാണ് എന്ത്, സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സ് എന്താണ് റാൻഡമായിട്ട് കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്നതാണ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്ക് ഏരിയ മനസ്സിലാക്കാൻ അല്ലേ, നമ്മുടെ വീക്ക്നെസ് അല്ലെങ്കിൽ നമുക്ക് പഠിച്ച് മനസ്സിലാവാത്ത കാര്യങ്ങൾ നമ്മുടെ എന്താണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തിയതിന് ശേഷം നമുക്കൊരു സ്പെസിഫിക് ഏരിയ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ഏരിയയിലെ പ്രോബ്ലം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നതാണ് ഇത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പഠിപ്പിച്ച കാര്യം എന്താണ് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ടെസ്റ്റാണ് ഇത് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഇതാണ്, ഓപ്ഷൻ എ ആണ്, സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ആണ്. ഇനി അടുത്തത്, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ബീയിങ് എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ നമുക്കറിയാം എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ അതിനെന്ത് ചെയ്യാനാണ്, അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ NCT ഉണ്ട്, NCERT ഉണ്ട്, UGC ഉണ്ട്, എന്താണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ NIEPA, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആദ്യം വന്നിരിക്കുന്നത് ഇതിൽ തന്നിരിക്കുന്നതിൽ ആദ്യം വന്നിരിക്കുന്ന ഏതാണ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയാണ് അല്ലേ. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയാണ്. ഏത് വർഷം, 1916 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഏതാണ്, UGC ആണ് അല്ലേ. UGC നിലവിൽ വന്ന എപ്പോഴാണ്, 1953 നിലവിൽ വന്നിരിക്കുന്നത്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയത് ഏത് വർഷമാണ്, 1956 അത് എന്തായത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറിയിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇത് 1953. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാണ്? ഡി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ഏത് വന്നു? സി, UGC വന്നിട്ടുണ്ട്. പിന്നെ NCERT 1961 NCERT വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ NIEPA, അതായത് അത് ഏത് വർഷമാണ്? 1962 വന്നിരിക്കുന്നത്. പിന്നെ NCTE 1995 വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി 1916 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു. പിന്നെ UGC യൂണിവേഴ്സിറ്റി, ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് UGC എന്നുള്ളത് അതെന്താണ് മീൻ ചെയ്യുന്ന ആ രീതിയിലും ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ UGC എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനാണ്. 1956 സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി നിലവിൽ വന്നിരിക്കുന്നത് എപ്പോഴാണ്? 1953. ഓക്കെ, 1953 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇത് വന്നിരിക്കുന്നത്, ഈ UGC നിലവിൽ വന്നിരിക്കുന്നത്. പിന്നെ NCERT ആണ്, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1961. ഓക്കെ, ഇനിയുള്ളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ NIEPA, അത് ന്യൂപ്പ എന്നും പറയാറുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എന്നുള്ളത് NU വരും. ന്യൂപ്പ വരുമ്പം നാഷണൽ യൂണിവേഴ്സിറ്റി, NI വരുമ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1962. അതാദ്യം നിലവിൽ വരുന്ന സമയത്ത് ഏഷ്യൻ റീജിയണൽ സെന്റർ ഫോർ എഡ്യൂക്കേഷൻ പ്ലാനേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന നെയിമിലായിരുന്നു. പിന്നീട് 1965 അതെന്തായത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന പേരിലേക്ക് മാറിയിരിക്കുന്നത്. ഓക്കെ, പിന്നുള്ളത് NCT ആണ്, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. അത് വന്നിരിക്കുന്നത് 1993 NCT ആക്ട് പ്രകാരം. 1995 ഓഗസ്റ്റ് 17 നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇതുപോലെ മാച്ച് ദ ഫോളോയിങ് ചോദ്യങ്ങൾ വരാറുണ്ട്. അവരുടെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതെനിക്ക് ഒന്ന് യൂണിറ്റ് 4 മൊഡ്യൂൾ 4 കുറച്ചും കൂടെ റിലേറ്റ് ചെയ്ത് വരാറുണ്ട്. പിന്നെ യൂണിറ്റ് 6 ലാസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ എന്നൊരു ഭാഗം ഉണ്ടല്ലോ, എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗം. യൂണിറ്റ് 6 മൊഡ്യൂൾ 4 യൂണിറ്റ് 4 മൊഡ്യൂൾ 4 ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, ഇത്തരം ചോദ്യങ്ങളൊക്കെ ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്നതാണ്, സ്ഥിരമായിട്ട് വരാറുണ്ട്. കൃത്യമായിട്ട് എല്ലാവരും നോക്കിയിട്ട് പോകും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ SCERT ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, SCERT ഫംഗ്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് SCERT ചെയ്യുന്നത്? ഡെവലപ്മെന്റ് ഓഫ് കരിക്കുലം, ടെക്സ്റ്റ് ബുക്ക്, ട്രെയിനിങ്, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ. ഇതിൽ SCERT ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ യൂണിറ്റ് 5 മൊഡ്യൂൾ 4 വരുന്ന ഇവാലുവേഷൻ എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. മാച്ച് ദ ഐറ്റം ഓഫ് ദ ഫസ്റ്റ് സെറ്റ് വിത്ത് ദാറ്റ് ഓഫ് ദ സെക്കൻഡ് സെറ്റ് റെസ്പെക്ട് ഓഫ് ഇവാലുവേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പം സെറ്റ് എയിലെ ഫോർമേറ്റീവ് വാലുവേഷൻ ഉണ്ട്, സമ്മേറ്റീവ് വാലുവേഷൻ ഉണ്ട്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് വാലുവേഷൻ ഉണ്ട്, നോം ആൻഡ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതിന് മാച്ചായിട്ട് ഏതാ വരുന്നത് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്കറിയാം ഫോർമേറ്റീവ് വാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമലായിട്ട് നടത്തുന്ന ഇവാലുവേഷൻ അല്ലേ, അതായത് ക്വിസ് നടത്തുക, അതുപോലെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, ക്ലാസ് റൂമിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക, ടെസ്റ്റ് പേപ്പർ നടത്തുക, അങ്ങനെ ഫോർമലായിട്ട് നടത്തുന്ന ഇവാലുവേഷൻ ആണ്. അതായത് ടീച്ചറിൻ്റെ എന്താണ് ടീച്ചിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ട്രാറ്റജി മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നടത്തുന്ന ഒരു എക്സാം അല്ലെങ്കിൽ അങ്ങനെ നടത്തുന്ന ഒരു ഇവാലുവേഷൻ ആണ് ഇത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മാച്ചായിട്ട് വരുന്ന ഏതാണ്? എക്ക് മാച്ചായിട്ട് ഇവിടെ എന്ത് വരും? എക്ക് മാച്ചായിട്ട് നമുക്കവിടെ 4 പറയാം അല്ലേ. ക്വിസസ് വരാം, ഡിസ്കഷൻസ് വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫോർമേറ്റീവ് വാലുവേഷൻ. ഇനി സമ്മേറ്റീവ് ആണെങ്കിലോ? സമ്മേറ്റീവ് ആണെങ്കിൽ നമ്മൾ എപ്പോഴാണ് നടത്തുന്നത് സമ്മേറ്റീവ് വാലുവേഷൻ? ഒരു എന്താണ് സെമസ്റ്ററിൻ്റെ എൻഡിലോ ഇയർ എൻഡിലോ എല്ലാം നടത്തുന്ന ഒരു എക്സാം ആണ് ഏത്? നമ്മുടെ സമ്മേറ്റീവ് വാലുവേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സമ്മേറ്റീവ് വാലുവേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഗ്രേഡ് ദ ഫൈനൽ ലേണിംഗ് ഔട്ട്കം അല്ലേ. ഗ്രേഡ് ദ ഫൈനൽ ലേണിംഗ് ഔട്ട്കം ആണ്. അപ്പം ഏത് വരും? 3 വരും. ഓക്കെ, ബിക്ക് മാച്ചായിട്ട് ഏത് വരും? 3ാമത്തെയാണ് വരുന്നത്. അപ്പോൾ ഫോർമേറ്റീവ് വാലുവേഷൻ ക്യൂസസും ഡിസ്കഷനും വരുന്നു. സമ്മേറ്റീവ് വാലുവേഷൻ എന്താണ്? അവിടെ ഗ്രേഡിംഗ് ദ ഫൈനൽ ലേണിംഗ് ഔട്ട്കം വരും. ഇനി കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് വാലുവേഷൻ എന്താണ്? നമുക്കറിയാം കറിക്കുലറും കോ കരിക്കുലറും ആയിട്ടുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. ഏതിൽ? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് വാലുവേഷൻ. അത് ഫുൾ ടൈം ഇവാലുവേഷൻ ആണ്. അപ്പോൾ റെഗുലറായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് വാലുവേഷൻ വരുന്നത്. അവിടെ നമ്മൾ എന്ത് മാത്രമല്ല, നമ്മുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, കോ കോഗ്നിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഏതിൽ ഇവാലുവേറ്റ് ചെയ്യും? നമ്മുടെ ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് വാലുവേഷനിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഇനി ലാസ്റ്റ് വൺ നോം ആൻഡ് ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ് ആണ്. ദ ടെസ്റ്റ് ആൻഡ് ദിയർ ഇന്റർപ്രിറ്റേഷൻ ബേസ്ഡ് ഓൺ ദ ഗ്രൂപ്പ് ആൻഡ് സെർട്ടൈൻ യാർഡ് സ്റ്റിക്സ്. അതാണ് ഏത്? നമ്മുടെ നോം റെഫറൻസ്ഡും ക്രൈറ്റീരിയൻ റെഫറൻസ്ഡും. ഓപ്ഷൻ ഏത് വരും? 2 വരും. 4ന് മാച്ചായിട്ട് ഓപ്ഷൻ 2 ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. എക്ക് മാച്ചായിട്ട് നമ്മൾ ഏതായിരുന്നു? 4 ആയിരുന്നു എടുത്തത് അല്ലേ. ബിക്ക് മാച്ചായിട്ട് 3 വരും, സിക്ക് മാച്ചായിട്ട് 1 വരും. ഏതാണ്? കോഗ്നിറ്റീവ് ആൻഡ് കോ കോഗ്നിറ്റീവ് വരും. ഡിക്ക് മാച്ചായിട്ട് ഏതാണ് വരുന്നത്? 2ഉം വരും. അപ്പം നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ,
അപ്പോൾ നമുക്കറിയാം ഇത് മാത്രമല്ല നമ്മളെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഭാഗം ഇത് മാത്രമല്ല, അതിലെ കുറച്ച് ഏരിയ മാത്രമേ, കുറച്ച് പോയിന്റ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിലെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റ് ആണ്, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 5 എന്ന് പറഞ്ഞത്. അതുപോലെ യൂണിറ്റ് 4ഉം 6ഉം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ ഈ ഓഗസ്റ്റ് 2 നടക്കുന്ന നമ്മുടെ എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇനി നമ്മളെ മുന്നിലുള്ളത് എത്രയാണ്, ഒരു മാസമാണ് നമ്മുടെ മുന്നിലുള്ളത് അല്ലേ. ആ ഒരു മാസം കൃത്യമായ സ്ട്രാറ്റജിയിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് കോർ ഏരിയ മനസ്സിലാക്കി കൃത്യമായ സ്ട്രാറ്റജിയിലൂടെയും എക്സാം എഴുതിയിട്ടും റിവിഷനിലും കൂടെ ഒക്കെ പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ 30 ദിവസം കൊണ്ട് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം അല്ല സെറ്റ് എക്സാം എന്ന് പറയുന്നത്. അത് കൃത്യമായ സ്ട്രാറ്റജിയിലൂടെ പോയാൽ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ 30 ദിവസത്തെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിവിഷൻ ടൈം ടേബിൾ ഉണ്ട്, 30 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ടൈം ടേബിളും അതോടൊപ്പം തന്നെ വീക്കിലി എക്സാമും മെൻറ്റർഷിപ്പും എല്ലാം ആയിട്ടാണ്. ലൈവ് ക്ലാസ് ഉൾപ്പെടെയാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇനിയുള്ള 30 ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, കൃത്യമായിട്ട് അവർ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം കറണ്ട് അഫെയർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ എക്സാമിന് സെറ്റ് എക്സാമിന് കറണ്ട് അഫെയർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഒരു യൂണിറ്റ് കംപ്ലീറ്റ് കറണ്ട് അഫെയർ ആണ്. അപ്പോൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫ്രീ ആയിട്ട് ഡെയിലി കറണ്ട് അഫെയർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കറണ്ട് അഫെയറിൻ്റെ എക്സാമുകളും ക്യൂസസ് ഒക്കെ ആയിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ആളുകൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു സോ മച്ച്.